iOS 11 ബീറ്റ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നിട്ടുള്ള ലിങ്ക് നിങ്ങൾ സഫാരിയിൽ ഓൺ ചെയ്യണം, സഫാരി ബ്രൗസറിൽ മാത്രം. അപ്പോൾ വരുന്ന പേജിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, നീല ബട്ടൺ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും, iOS ബീറ്റ സോഫ്റ്റ്വെയർ പ്രൊഫൈൽ. അതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ഇൻസ്റ്റാളിൽ മൂന്നാമത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ റീസ്റ്റാർട്ട് ആവും. വെയിറ്റ് ചെയ്യാം. ഇത് ബീറ്റ സോഫ്റ്റ്വെയർ ആണ്, അപ്പോൾ ടെസ്റ്റിങ്ങിലുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്തമൊന്നും ആവുന്നില്ല. വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി ഇത്. കാരണം ആപ്പിൾ അത് ഡെവലപ്പേഴ്സിന് മാത്രമാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മൊബൈൽ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. റീസ്റ്റാർട്ട് ആയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റീസ്റ്റാർട്ട് ആവട്ടെ. ഈ iOS 11 കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. ഇപ്പോൾ ഡാറ്റ ഓപ്ഷനൊക്കെ നമ്മൾ കൺട്രോൾ സെൻറ്റർ വരും. ഇതിപ്പോൾ അൺലോക്ക് ആവുകയാണ്. അൺലോക്ക് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിങ്സ് പോയി. ഓക്കെ, സെറ്റിങ്സ് ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള മാനുവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് iOS 11 ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണിക്കും. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ iOS 11 സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആവും. ഏകദേശം 1.89 GB ഇതിൽ സൈസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നല്ല വൈഫൈ കണക്ഷൻ ഉപയോഗിക്കാം, എന്നാലത് ഡൗൺലോഡ് ആവും. ഇതിൽ ഏകദേശം 85 പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് iOS 10 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയും കൂടുതൽ ഫീച്ചേഴ്സ് ഫൈനൽ വേർഷൻ ആകുമ്പോഴേക്കും വരുമായിരിക്കും. ഓക്കെ.